സാറിൻ്റെ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. സാർ, ഞങ്ങളിവിടെ 101 ദിവസമായി ഇവിടെ നിരാഹാരം ഇരിക്കുന്നത്. സാറിനറിയാവുന്നതുപോലെ ഇതൊരു തീരദേശമാണ്. ഇവിടെ കടലിൽ പോകുന്നവരാണ് മിക്കവരും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അന്നന്ന് അപ്പത്തിന് കടലിൽ പോയാൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ കഴിഞ്ഞ പാർലമെൻറ്റ് ക്യാബിനറ്റ് ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. അതായത് എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പാർലമെൻറ്റിൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് വരുമെന്ന്. ഭാഷ അറിയാത്ത ഞങ്ങൾ TV ഓണാക്കി വെച്ചിരുന്ന ദിവസങ്ങളായിരുന്നു ആ സമയങ്ങളിലൊക്കെ ആരൊക്കെയാണ് അതിനെ എതിർത്തതെന്ന് ഞങ്ങൾ നോക്കിക്കണ്ടു. ഇപ്പോൾ സാർ ഇവിടെ വന്ന് പറഞ്ഞു ഇത് വഖഫ് ഭൂമിയല്ല എന്ന് സാർ തന്നെ പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. സാറിനെ പോലുള്ള ആൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. രണ്ടാമത് സാർ പറഞ്ഞു അടുത്ത പാർലമെൻറ്റ് മീറ്റിങ്ങിൽ എന്തായാലും ആ നിയമ ഭേദഗതി ബില്ല് വന്നാൽ സാർ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. സാറിൻ്റെ പ്രസ്ഥാനവും സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ആ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. സാർ പറഞ്ഞു 40ാമത്തെ വകുപ്പിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഈ വഖഫ് ആക്ടിൻ്റെ ദുരന്തം എന്താണെന്ന് ഏകദേശം സാറ് പഠിച്ചു വെച്ചിട്ടുണ്ട്. സാറിന് തന്നെ അറിയാം, മുനമ്പം തോറ്റാൽ ഭാരതം തോൽക്കും. ഭാരതം തോൽക്കാതിരിക്കേണ്ടത് ഓരോ ജനപ്രതിനിധിയുടെയും കടമയാണ്. 100 ദിവസം ഞങ്ങൾ ഇവിടെ ഇരുന്നത് ഞങ്ങൾ അഭിമാനത്തോടെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഓരോ ജനപ്രതിനിധിയെയും സംബന്ധിച്ചും ആ 100ാമത്തെ ദിവസം തലകുനിച്ചിരിക്കണം. കാരണം അവനവൻ്റെ കിടപ്പാടത്തിന് വേണ്ടി 100 ദിവസം ഒരു ജനത ഇവിടെ നിരാഹാരം ഇരിക്കേണ്ടി വരുന്നത് അത് നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന് നല്ലതല്ല. പക്ഷേ സാർ ഇന്ന് വന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയായി തന്നെ സാർ ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ സാർ പറയുകയുണ്ടായി. സാർ ഈ പറഞ്ഞത് അടുത്ത പാർലമെൻറ്റിൽ സാർ അത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന ഉറപ്പാണ് സാർ ഞങ്ങൾക്ക് തന്നത്. അതും ഈ മാതാവിൻ്റെ മണ്ണിൽ വെച്ചാണ് സാർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത പാർലമെൻറ്റിൽ TV ഓണാക്കി വെച്ച് ഭാഷ അറിയില്ലെങ്കിലും ഞങ്ങൾ നോക്കിയിരിക്കും നിങ്ങളുടെ നിലപാടുകൾ അറിയാനായിട്ട്. സാറ് പറഞ്ഞത് അവിടെ സാർ പ്രാവർത്തികമാക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒത്തിരി സ്നേഹത്തോടെ സാറിൻ്റെ നല്ല വാക്കുകൾക്കും ഐക്യദാർഢ്യത്തിനും ഏറെ സ്നേഹത്തോടെ ഭൂസംരക്ഷണ സമിതിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു.